ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കട്ടപ്പനയ്ക്ക് അടുത്തുള്ള അഞ്ചുരുളി എന്ന് പറയുന്ന സ്ഥലം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമായിരിക്കും അഞ്ചുരുളി. അതിനടുത്തുള്ള മനോഹരമായൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മുനമ്പ് എന്നതാണ് ഇതിൻ്റെ പേര്. കാഞ്ചിയാറ്റിൽ നിന്ന് നമ്മൾ റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലേസിൽ നമുക്ക് എത്താം. ഇതിപ്പോൾ ഫോറസ്റ്റുകാരുടെ കൺട്രോളിലാണ് ഈ പ്ലേസ്. നേരത്തെ ഇവിടെ പാസും കാര്യങ്ങളൊന്നും വേണ്ടായിരുന്നു, നമുക്ക് ജസ്റ്റ് നേരെ ഇറങ്ങി പോകാമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ പാസ് എടുത്തേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫോറസ്റ്റുകാരുടെ കൺട്രോളിലാണ് ഇത്. ഇന്നലെ ഇവിടേക്ക് ആന ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ആണെന്ന് കേട്ടോ ഇവർ പറഞ്ഞത്. ഇവിടുന്ന് നമ്മളോട് അതുകൊണ്ട് ഉച്ചവരെ ഇവിടെ എൻട്രി ഇല്ലായിരുന്നു. നമ്മൾ ഉച്ച കഴിഞ്ഞ് മഴയെ കുറഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് കാണാൻ വേണ്ടി നമ്മളിങ്ങനെ ഇറങ്ങിയതാണ്. നല്ലൊരു ഞാൻ ഓൾറെഡി ഇവിടെ ഒന്ന് വന്ന് പോയിട്ടുള്ള സ്ഥലമാണ്. നേരത്തെ ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് ഫ്രീ ആയിട്ടിരുന്നപ്പോഴത്തേന് ജസ്റ്റ് ഇങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങ് ഇറങ്ങിയതാണ്. നമുക്ക് ഏതായാലും സ്ഥലമൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമല്ലോ നോക്കാം. നല്ല മഴയാണ്. ഇവിടെ തോട്ടപ്പുഴും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി സീനാണ്. അങ്ങനെ ഒരു പ്രശ്നങ്ങളേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ നടന്ന് ഇച്ചിരി ഇറങ്ങി വരാനുണ്ട്. അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് നമുക്ക് നടക്കാനുണ്ട്. അതൊക്കെ ഉള്ളവർക്ക് നല്ലൊരു സൂപ്പർ പ്ലേസാണ്. പിന്നെ ഏത് സമയത്ത് ഇത് ഓപ്പണാണ് ഇവിടെ. അതായത് ഇവിടെ 4 സ്റ്റാർ കൺട്രോളിലാണ്. അപ്പോൾ അവിടെ പാസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം രാവിലെ 8 മുതൽ വൈകുന്നേരം 5 മണി വരെ ഇവിടെ ഓപ്പണാണ്. പിന്നെ നല്ലൊരു ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു കാഴ്ച തന്നെ. നല്ല ബ്യൂട്ടിഫുൾ സീനറിയാണിത്. ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഇപ്പം വരുന്നുണ്ട്. ആൾക്കാരൊക്കെ ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് പോകാൻ പറ്റിയൊരു പ്ലേസൊക്കെ തന്നെയാണിത്. ഇവിടെ തൊട്ട് അഞ്ചുരുളിലേക്ക് വരുന്നവർക്ക് ജസ്റ്റ് അഞ്ചുരുളിയിൽ നിന്ന് എനിക്ക് തോന്നുന്നത് 4-5 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ഥലത്തോട്ട് എത്താൻ പറ്റും. ആരും അങ്ങനെ ഒത്തിരി അറിയപ്പെടാത്തൊരു പ്ലേസാണ് ഇത്. ഒത്തിരി ആൾക്കാരൊന്നും ഇങ്ങോട്ടൊന്നും ഇടുക്കി ജില്ലക്കാർക്ക് ഒഴികെ പുറത്തോട്ട് വലിയൊരു അറിവില്ല ഈ പ്ലേസിനെ കുറിച്ച്. ഇവിടെയുള്ളവരൊക്കെ ഇതിപ്പം വെള്ളം കുറഞ്ഞെടുക്കുന്ന സ്ഥലമാണ്. അപ്പം അഞ്ചുരുളിയാണെങ്കിലും വെള്ളം കുറവാണ്. അതാക്കണ്ട ഇപ്പം ടണലാണ് അവിടുത്തെ. ഇരട്ടാർ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണത്. ഇപ്പം പൊതുവെ വെള്ളം കുറവാണ്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസമാണ്. അപ്പം മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ വെള്ളമൊക്കെ നല്ല രീതിയിൽ ഉയരും. ഇപ്പം നമ്മൾ നിൽക്കുന്ന ആ ലെവലിനൊക്കെ വെള്ളം വന്ന സമയങ്ങളൊക്കെ ഉണ്ട്. ഇപ്രാവശ്യം മഴയെ ആശ്രയിച്ചിരിക്കും ഇതെല്ലാം. പിന്നെ അങ്ങ് കാണുന്നില്ല, അത് കാലൂരുമോണിൻ്റെ ഭാഗമാണ് ആ കാണുന്നത്. ഇതൊക്കെ നല്ല മഴ പെയ്തിരിക്കുന്ന സമയമാണെങ്കിൽ ഇവിടെയൊക്കെ കോടയൊക്കെ കയറി കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് സംഭവത്ത്. ഉണ്ട് ഇവിടെയൊക്കെ വെള്ളം കയറുന്ന സ്ഥലമാണ്. ഇപ്പോൾ വെള്ളം കുറഞ്ഞു കിടക്കുന്നതാണ്. പിന്നെ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക, വെള്ളത്തിൽ ഇറങ്ങി കളിക്കാതിരിക്കുക. കാരണം വെള്ളം ഇച്ചിരി ഡേഞ്ചറാണ്. ഇവിടുത്തെ ഒത്തിരി ആൾക്കാർ വീണ് മരിച്ചിട്ടുള്ള ഒരു ഒരു ഡാമാണിത്. അതുകൊണ്ട് വരുന്നവർ ഒരു കാരണവശാലും ഇറങ്ങാതെ നോക്കുക. പിന്നെ ഇവിടെ ചൂണ്ടക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നല്ല കിടുക്കൻ മീൻ, അതായത് വലിയ മീനൊക്കെ ഇഷ്ടം പോലെ ഇവിടെ കിട്ടും. അങ്ങനെ പിടിക്കുന്നവരും ഉണ്ട് ഇവിടെ. പിന്നെ ഇതുണ്ട് നല്ല ഈ വെള്ളം ഈ മലയിൽ ഇതിൻ്റെ അപ്പുറത്തൂടെയാണ് നമ്മുടെ വണ്ടിപ്പെരിയാറിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം. അങ്ങോട്ടാണ് വന്ന് ചേരുന്നത്. അയ്യപ്പൻ കോവിൽ ആ സൈഡൊക്കെ ആ സൈഡിലോട്ടാണ് അയ്യപ്പൻ കോവിലിൻ്റെ ആ ഭാഗമൊക്കെ വരുന്നത്. ഇതാണ് ടണൽ. അഞ്ചുരുളി ടണലിലെ വെള്ളമാണ് വന്ന് വീഴുന്ന ഡാമിലോട്ട് ചേരുന്നത്. സമയം കിട്ടുന്നവരെല്ലാം ജസ്റ്റ് വന്ന് കണ്ടിട്ട് പോവുക. വലിയ എന്നാ ഒന്ന് അത്യാവശ്യം കാണാനുള്ള സ്ഥലം തന്നെയുണ്ട് ഇത്. ഇപ്പോഴാണ് ഇതൊക്കെ അറിഞ്ഞു വരുന്ന ആൾക്കാർ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്നു. ഇവിടെയുള്ള ലോക്കലുള്ള ആൾക്കാർ മാത്രമുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ പുറത്തു നിന്നൊക്കെ വരുന്നുണ്ട് ഇത് കാണാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഫോറസ്റ്റുകാർ പാസും വെച്ച് ഇപ്പോൾ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. ഇതൊക്കെ പണ്ട് ഇതുണ്ടോ നന്നങ്ങാടി അങ്ങനെയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേര്. പണ്ടൊക്കെ ഇതിനെ കുറിച്ചൊക്കെ ഗവേഷണമൊക്കെ ഇവിടെ നടത്തിയിട്ടുള്ളതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളതാണിത്. അങ്ങനെയാ പറഞ്ഞെന്ന് തോന്നുന്നു. നന്നങ്ങാടി നിന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വലിയ താമസമില്ലാതെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ, സി യു.